കൈയടി ഉയരുകയാണ് സ്വർണ്ണവില. അമേരിക്കയുടെ പുതിയ താരിഫ് നയം പ്രഖ്യാപിച്ചതാണ് ഇന്നത്തെ വിലവർധനവിന് കാരണമായി പറയുന്നത്. അധികം വൈകാതെ ആഗോള വിപണിയിൽ സ്വർണ്ണ ഔൺസിന് $4000 എത്തുമെന്നും കേരളത്തിൽ പവന് 90,000 രൂപയാകുമെന്നും പ്രവചനമുണ്ട്. അതേസമയം എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടി ഒരു പരിധി കഴിഞ്ഞാൽ വില കുറയുമെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ സ്വർണ്ണവില കൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് പവന് 400 രൂപയാണ് കൂടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനുള്ള സാഹചര്യം വിപണിയിലുണ്ട്. ഡോളർ സൂചിക ഇടിഞ്ഞു തകരുന്നത് സ്വർണ്ണവില കൂടുമെന്ന സൂചന നൽകുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില അറിയാം. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8,560 രൂപയിലെത്തി. ഒരു പവന് 68,480 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,030 രൂപയായി വർദ്ധിച്ചു. അതേസമയം വെള്ളിയുടെ വില 2 രൂപ കുറഞ്ഞ് ഗ്രാമിന് 110 രൂപയായി. വെള്ളിയുടെ വിലയിൽ മാത്രമാണ് ഇന്ന് നേരിയ ആശ്വാസമുള്ളത്. എന്നാൽ അത് എത്ര നാൾ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. ഏറ്റവും വില കൂടിയ തങ്കത്തിന്റെ നിരക്കിലേക്ക് 22 ക്യാരറ്റ് സ്വർണം എത്തിയിരിക്കുകയാണിപ്പോൾ. മാത്രമല്ല 22 ക്യാരറ്റ് സ്വർണത്തിന് വില കൂടിയപ്പോൾ ആഭരണത്തിനു വേണ്ടി 18 ക്യാരറ്റിനെ ആശ്രയിക്കുന്നവരും പെട്ടിരിക്കുകയാണ്. കാരണം ഗ്രാമിന് ആദ്യമായി 7,000 രൂപ കടന്ന് കുതിച്ചിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയായിരുന്നു ഇത്. ട്രംപ് അമേരിക്കയുടെ പുതിയ താരിഫ് നയം പ്രഖ്യാപിച്ചതോടെ വിപണിയിൽ താളം തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾക്കുൾപ്പെടെ താരിഫ് ഉയർത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ സമാനമായ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ വിപണിയിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. സുസ്ഥിരമായ നിക്ഷേപത്തിനും വ്യവസായത്തിനും പറ്റാത്ത സാഹചര്യമുണ്ടാകും. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,135 പുതിയ വില. $3,160 വരെ ഉയർന്ന ശേഷമാണ് ഈ ഇടിവ്. ആഗോള വിപണിയിൽ ഇനിയും വില കുറയുന്ന സാഹചര്യം വന്നാൽ കേരളത്തിൽ നാളെ സ്വർണ്ണവില താഴും. എന്നാൽ ഡോളർ നിരക്ക് 103 നിൽക്കുന്നതിനാൽ വലിയ വില കുറവ് പ്രതീക്ഷിക്കാൻ വകയില്ല. ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.66 ആയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില $83,000 ക്രൂഡ് ഓയിൽ വില അല്പം താഴ്ന്ന് $73 ഡോളർ മൂല്യം ഉയർന്നില്ലെങ്കിൽ മറ്റ് കറൻസികളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഇത് സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു.